ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സ്ലീവ് കട്ടിങ് സംബന്ധിച്ചുള്ള ഒരുപാട് ടിപ്സുകളാണ് തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ തുടക്കക്കാരായ ആളുകൾക്കും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ ടിപ്സ് പറഞ്ഞു തരുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു ലൈക്ക് കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയണ്ട, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവ് മെഷർമെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമുക്ക് 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞെങ്കിൽ 1.5 ഇഞ്ചാണ് നമ്മൾ ആഡ് ചെയ്യേണ്ട അളവ് കേട്ടോ. ലൈനിങ് ഇല്ലാത്തതിനാണ്, വിത്തൗട്ട് ലൈനിങ്ങിനാണ് നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്യേണ്ടത്. നമ്മൾ ലൈനിങ് ഉള്ളതിനാണെങ്കിൽ 1/2 ഇഞ്ച് അതിനകത്തുനിന്ന് കുറയ്ക്കാം. ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 5 ഇഞ്ച് വരുമ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 6.5 ഇഞ്ച് വരും. ഓക്കെ, 5 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത്. അപ്പോൾ നമ്മൾ 6.5 ഇഞ്ചാണ് എടുക്കേണ്ടത്. 1.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 6 ഇഞ്ച് വരും. നമ്മൾ ഒരു ഇഞ്ചിന് നമ്മൾ ഉള്ളിലോട്ട് എടുക്കുക. ലൈനിങ് ഇല്ലാത്ത സ്ലീവ് ആയതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് ഉള്ളിലോട്ട് എടുത്തിട്ടാണ് ഇവിടെ വരയ്ക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്ലീവ് ഓപ്പണിങ് എത്രയാണ്, തുമ്പ് വണ്ണം എത്രയാണ് അത് നോക്കണം. സ്ലീവ് ഓപ്പണിങ് നമുക്ക് 12 ആണ് വന്നിട്ടുള്ളത്. 12. അപ്പോൾ 12ൻ്റെ പകുതി എത്രയാണ്? 6 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഇഞ്ചിൻ്റെ ആ വീതി തന്നെയല്ലേ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഒന്ന്. അതിന് ശേഷം നമുക്ക് സ്കെയിൽ വെച്ച് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് 5 ഇഞ്ചായിരുന്നല്ലോ വന്നിട്ടുണ്ടായിരുന്നത്. 5 ഇഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ 5 ഇഞ്ച് 1.5 ഇഞ്ചാണല്ലോ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടുള്ളത് ടോട്ടല്. അപ്പോൾ 6.5 ഇഞ്ച് വരും. നമുക്ക് 5ൻ്റെ കൂടെ നമുക്ക് മൊത്തം ടോട്ടൽ വന്നിട്ടുണ്ടായിരുന്നത് 5 ഇഞ്ചാണ് ലെങ്ത്ത്. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 6.5 ഇഞ്ചാണ് വന്നിട്ടുള്ളത് ലെങ്ത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 6 ഇഞ്ച്, 1 ഇഞ്ച് ഉള്ളിലോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ വരച്ചത്. അതിലാണ് നമ്മൾ സ്ലീവ് ഓപ്പണിങ് അടയാളപ്പെടുത്തിയത്. അപ്പോൾ ബാലൻസ് ഉള്ളത് ഇവിടേക്ക് ആ പോയിന്റ് അടയാളപ്പെടുത്തി ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചിടുന്നുണ്ട് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ആം ഹോൾ സ്ട്രെയിറ്റ് 13.5, പിന്നെ ആം ഹോൾ കർവ് 15.75. അത് 2 അളവുകൾ നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത അളവുകളാണ്. അപ്പോൾ ഇതിനോട് കൂടി നമ്മളൊരു 1/2 ഇഞ്ച് വീതം ആഡ് ചെയ്യണം. ലൈനിങ് ഇല്ലാത്ത ബ്ലൗസിന് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യണം. 15.75ൻ്റെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 16.25 കിട്ടും. 15.25ൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 16.25 കിട്ടും. അതുപോലെ 13.5യുടെ കൂടെ നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 14 ഇഞ്ച് കിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പകുതി എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത് 7ഉം 8.1 അങ്ങനെ വരും. അപ്പോൾ നമുക്ക് ഇത് ജസ്റ്റ് ഇവിടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങോട്ട് നീക്കി വയ്ക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളൊരു 3.5 ഇഞ്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തിട്ട് 3.5 ഇഞ്ചിൻ്റെ ഒരു പോയിന്റിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് 7 ഇഞ്ചും ഇവിടെ നമ്മൾ 7 ഇഞ്ചും ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് 8 നൂലും കിട്ടുന്ന രീതിയിൽ ഒന്ന് വെച്ച് നോക്കണം. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് വേണ്ടത് 7 ഇഞ്ചും ഒന്നതിൽ വേണ്ടത് 8.1 നൂല്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് 7 ഇഞ്ചാണ് എടുക്കേണ്ടത്. അതേപോലെ അത് ചെരിഞ്ഞ് വരുമ്പോൾ 8 ഒരു പോയിന്റിലേക്ക് വരണം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിങ്ങളുടെ അളവ് കിട്ടാനായിട്ട് നമ്മൾ ചെയ്തതിൽ നിന്ന് എളുപ്പമായിട്ടുള്ള ഒരു ഐഡിയ പറഞ്ഞുതരാം. അതെന്താ വെച്ചാൽ നമ്മൾ ബാക്ക് പാർട്ട് എടുത്തു. നമ്മൾ ബാക്കിലെ പാറ്റേൺ വരച്ചത് എടുത്തിട്ടുണ്ട്. അത് ബോഡിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ടാണ് ഇത് ഫുള്ള് വരച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, താഴെ ഭാഗം, ഈ ഒരു ആം ഹോളിൽ ലെങ്ത്ത് വരച്ചിട്ട് നമ്മൾ ചെസ്റ്റിന് നല്ലൊരു ഭാഗത്തിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തിയൊരു അളവുണ്ടല്ലോ, അവിടേക്ക് വെച്ച് നോക്കാം. അപ്പോൾ നോക്കുമ്പോൾ 3.5 ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു അളവിന് ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കുമ്പോൾ ഇതിലേക്ക് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എടുക്കുക. നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സിൽ നിന്ന് അളവ് എടുക്കുമ്പോൾ വരുന്ന ഒരളവ്. അപ്പോൾ ഈ 3.5 ഒരു പോയിന്റാണ് നമുക്കിപ്പോൾ ഇതുപോലെ എടുത്തപ്പോൾ കിട്ടിയത്. ഇനി നമുക്കിങ്ങനെ ചെരിഞ്ഞുള്ള ഒരു അളവും കൂടി നമുക്ക് നോക്കണം. അത് തന്നെയായിരിക്കണം നമ്മൾ ഇതിനും വരേണ്ടത്. അപ്പോൾ ഈ ഒരു അളവ് എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ ഈ ഒരു അളവ് നമ്മൾ ഇതിങ്ങനെ എടുക്കാം. ഇങ്ങനെ നോക്കിയിട്ട്
ഇതിങ്ങനെ പിടിച്ചിട്ട് അളന്ന് നോക്കാം നമുക്ക് എത്രയാണ് വരുന്നതെന്ന്. അത് തന്നെയാണോ നമുക്ക് ബോഡിയിൽ നിന്ന് അളവ് എടുത്തപ്പോൾ വന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഉണ്ടോ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇങ്ങനെ എടുത്ത് വരുമ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് അളവ് എടുത്തതും നമ്മൾ തയ്ച്ച് വരുമ്പോഴൊക്കെ 1/4 ഇഞ്ച് ഒരു പോയിന്റിനേക്കാളും വ്യത്യാസം വരാൻ പാടില്ല. അങ്ങനെ വ്യത്യാസം വരുമ്പോൾ നമ്മൾക്ക് എല്ലാ ഭാഗത്തുനിന്നും ഓൾട്രേഷൻ ചെയ്യേണ്ടി വരും, അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇതിപ്പോൾ ഒരു പോയിന്റിൻ്റെ വ്യത്യാസം നോക്കുക ഇങ്ങനെ എടുത്തേപ്പോൾ വരുന്നുണ്ട്. നമ്മൾ പിടിച്ചതിൻ്റെ ആയിരിക്കാം ചിലപ്പോൾ. ഇതാ എട്ടേ കാല് വരുന്നുണ്ട്. 8 ഒരു പോയിന്റാണ് നമുക്ക് വേണ്ടത് അല്ലേ? 8 ഒരു പോയിന്റ്. അപ്പോൾ നമുക്ക് 8 കാല വന്നത് ഇങ്ങനെ എടുത്ത് വന്നപ്പോൾ. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് അതുപോലെ 1/4 ഇഞ്ച് ഒരു പോയിന്റ് വരെയൊക്കെ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു മെഷർമെന്റ്. അപ്പോൾ 8 ഒരു നൂല് എന്നുള്ളത് ഓക്കെ ആണ്. ചെരിഞ്ഞിട്ടുള്ള അളവ് വരുന്നത് കേട്ടോ, ആംഹോളിൻ്റെ ചെരിഞ്ഞിട്ടുള്ള അളവ് വരുന്നത്. അപ്പോൾ നമുക്ക് ക്യാപ് ഹൈറ്റ് ആയിട്ട് ഇവിടെ 3.5 ഒരു പോയിന്റാണ് വന്നിട്ടുള്ളത്. അത് പ്രകാരമാണ് നമുക്ക് ഈ 8.5 ഒരു പോയിന്റ് 8 ഒരു പോയിന്റ് വരേണ്ടത്. അപ്പോൾ നമുക്കിത് മാറ്റിയേക്ക് ഇത് വെച്ചിട്ട് നമുക്കിത് അടുത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് വരച്ചിട്ടുണ്ടായിരുന്നത്. ഇത് എൻ്റെ ഈ ഭാഗത്തേക്ക് ഇട്ടിരിക്കുന്നത്. ഈ ഒരു സൈഡ് ഭാഗം ഫോൾഡഡ് സൈഡാണ്, ഈ ഒരു സൈഡ് ഓപ്പൺ സൈഡാണ്, ഈ സൈഡ് ഓപ്പൺ സൈഡ്, ഈ സൈഡ് ഓപ്പൺ സൈഡാണ്. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ 3.5 ഒരു പോയിന്റ് ആണല്ലോ വന്നത്. അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ട് 3.5 ഒരു പോയിന്റിലേക്ക് നോക്കി ആ പോയിന്റ് നമ്മൾ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, ഈ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു ലൈൻ വരച്ചിട്ട് അതിൽ 7 ഇഞ്ചസിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവാണല്ലോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് 7 ഇഞ്ചാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവ്. ഇവിടെ വെച്ച് വരുമ്പോൾ നമുക്ക് തിരിച്ച് ചെരിഞ്ഞ അളവ് വേണ്ടത് നമുക്ക് 8 ഒരു പോയിന്റാണ് വരേണ്ടത് ഇതിലേക്ക്. അപ്പോൾ ഇതാ ഈ ഒരു അളവിലേക്ക് വരുമ്പോൾ 8 ഒരു പോയിന്റ് വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെറുതായിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഈ ഒരു ലൈനിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ആ ഒരു അളവ് 8 ഒരു പോയിന്റ് വരുന്ന രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇവിടേക്ക് 7 ഇഞ്ച് വരുന്നുണ്ട്. നമുക്ക് 8 ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ തയ്യൽ തുമ്പ് അടക്കമാണ് വരെ 8 കാലെന്ന് പറഞ്ഞാൽ. അപ്പോൾ 8 ഇഞ്ചോ 7.25 ഒരു പോയിന്റ് വരെ മതി നമുക്ക് ഇവിടേക്ക് ഇങ്ങനെ എടുക്കുമ്പോൾ. കണ്ടോ? അപ്പോൾ ആ ഒരു അളവിൽ തന്നെ വരുന്ന രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ. അതെ 7 ഇഞ്ച് ഇങ്ങനെ പിടിച്ചു ഇതാ ആ വരയിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അത് ഇവിടേക്ക് വെച്ചപ്പോൾ 7.25 ഒരു പോയിന്റ് എന്ന രീതിയിൽ വരികയും ചെയ്തിട്ടുണ്ട്. 7.25 ഒരു പോയിന്റ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ നമ്മളിവിടെ വരച്ചിട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അപ്പോൾ ആ ഒരു അളവ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അളവ് ഇവിടെ നിന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ 7.25 ഒരു പോയിന്റ്. ഓക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 7ന്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്യണം. ഇങ്ങനെ ഇവിടെയാണ് 7ന്റെ പകുതി വരുന്നത്. അതിൻ്റെ 3.5 ഒരു പോയിന്റ് ആയിരുന്നല്ലോ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ ഈ ഒരു അളവിലാണ് വരുന്നത്. നമുക്ക് തയ്യൽ തുമ്പിൻ്റെ ഭാഗമുള്ള 1/4 ഇഞ്ച് മുകളിലോട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പോയിന്റാണ് നമുക്ക് കിട്ടുന്നത്, സെൻറ്ററായിട്ട് കിട്ടുന്നത്. ഇനി നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് സ്ലീവ് വരയ്ക്കാം. ഇതിവിടെ നിങ്ങൾ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സൈഡ് ഭാഗം നമ്മൾ ഇപ്പുറത്തോട്ടേക്ക് വെച്ചിട്ട് ഇതെന്നുള്ള നമ്മുടെ പോയിന്റ് ഈ ഒരു പോയിന്റിലോട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ ഇതിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കണം. ഈ ഒരു പോയിന്റിലും ടച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് കേട്ടോ ഇതിലേക്ക് കാണാം. എന്നിട്ട് ഇങ്ങനെ പതുക്കെ വരയ്ക്കുന്നുണ്ട്, ഇതിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ്. ഈ ഒരു ഷേപ്പിൽ ഈ പോയിന്റ് തൊട്ട് നമുക്ക് ഈ പറഞ്ഞ 8 പോരുന്നൂലോ 8.25 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്ട് അതിനുശേഷം വേണം ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് ഇതുപോലെ ബാക്ക് ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 8.25 വന്നിട്ടുള്ളത്. അപ്പോൾ അതെ കറക്റ്റ് നമുക്ക് 8 ഒരു പോയിന്റ് തന്നെ വന്നിട്ടുണ്ട്. 8 ഒരു പോയിന്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇത് 7 ഇഞ്ച്, ഇത് 8 ഒരു പോയിന്റ്. അപ്പോൾ ഈ ഒരു അളവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടേക്ക്
തയ്യൽ തുമ്പായിട്ട് നമ്മൾ ബോഡിയുടെ മെഷർമെൻറ്റിനോട് കൂടി 1.25 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നമ്മൾ 1.25 ഇഞ്ച് കൊടുത്തത് കൊണ്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ 1.25 ഇഞ്ച് തന്നെ കൊടുക്കുന്നു. ഇവിടെ എത്രയാണ് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അതല്ല അത്ര തന്നെ കൊടുക്കണം. 1.5 കൊടുക്കണം വെച്ചാൽ 1.5 കൊടുക്കണം. ഇനി നമുക്ക് ഈ ഒരു സ്ലീവിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇവിടേക്ക് കർവ് ചെയ്ത് വരുന്ന രീതിയിൽ ഹിപ്പ് കർവ് വെച്ചിട്ട് നിങ്ങൾ വരച്ചാൽ മതി കേട്ടോ. ചെറിയ രീതിയിൽ കർവ് വരുന്ന രീതിയിൽ വരച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് അധികം ദൂരമില്ല, ലെങ്ത് കുറവുള്ള സ്ലീവ് ആയതുകൊണ്ട്, ഷോർട്ട്സ് ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ മതി. ഇങ്ങനെ ആയതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ രീതിയിൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്ലീവിൻ്റെ ഒരു മെഷർമെൻറ്റിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ബോഡിയിൽ നിന്ന് അളവെടുത്ത് തയ്ക്കുന്ന രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ ഭാഗങ്ങളും കട്ടിങ് ചെയ്തിട്ടുള്ളത്. പല പാർട്ടുകളായിട്ടാണുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ എല്ലാ പാർട്സുകളും ഒന്നിച്ച് കൊടുക്കാം, കണ്ടു നോക്കി നോക്ക്. ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന വീഡിയോയുടെ ലിങ്കും നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ലീവ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ ഫ്രണ്ടിൽ ഇത് കുഴിച്ചു വെട്ടാണ്ട്, ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടാണ്ട്. ഇതായിരുന്നു നമ്മുടെ സെൻറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ഇതിൻ്റെയും ഈ ഒരു പോയിന്റല്ല സെൻറ്റർ ആയിരുന്നു. ഇതിൻ്റെ ഈ സെൻറ്ററിലേക്ക് ഒരു 1/4 ഇഞ്ച് താഴ്ന്നു വരുന്ന രീതിയിലേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിലാണ് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, കാണുന്നില്ലേ? ഇതിൻ്റെയും പകുതിക്കിൽ വരുമ്പോഴാണ് ഇവിടുന്ന് ഒരു അരഭാഗത്തോളം നമ്മൾ ഇങ്ങനെ കുറേശ്ശെ ഈ ഭാഗത്ത് നിന്ന് എടുക്കുന്നില്ല. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് ഇത്രത്തോളം നീക്കിയിട്ടാണ് എടുക്കുന്നത്. 1/4 ഇഞ്ച് കുഴിച്ചിട്ടാണ് നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം എന്ന് അറിയാനായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അടയാളം ഇട്ട് കൊടുക്കുക. രണ്ട് ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഒരു സ്ലീവ് എടുത്തിട്ടുള്ള 2 സ്ലീവ് വേണം. നല്ല വശം വരുന്ന രീതിയിൽ വേണം ഉള്ളിലോട്ട് വെക്കണം. പൊട്ട വശമായിരിക്കണം ഇതിൻ്റെ പുറം ഭാഗത്തായിരിക്കും നമ്മൾ വരയ്ക്കേണ്ടത്. ഉള്ളിലോട്ടായിരിക്കും 2 ഇഞ്ച് നല്ല വശം വരേണ്ടത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷോർട്ട് സ്ലീവിൽ ഒരു കാര്യം ചെയ്യാണ്ട് ഈ ഭാഗങ്ങളിൽ ഒരു കാര്യം പറഞ്ഞുതരാണ്ട്, നിങ്ങൾ ഇതിനേക്കാട്ടിലും അളവ് കുറവിലാണ് എടുക്കുന്നതെങ്കിൽ, ഇപ്പോൾ നമ്മളിത് 5 ഇഞ്ച് ഇപ്പോൾ 6.5 ഇഞ്ച് നമുക്ക് വന്നു. ഇതിനേക്കാളും വളരെ കുറഞ്ഞൊരു 3.5 ഇഞ്ചിൻ്റെ സ്ലീവ് വരയ്ക്കുന്നു, ഒരു 4 ഇഞ്ചിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട് സാരി ബ്ലൗസിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ക്യാപ് സ്ലീവ് വരയ്ക്കുന്ന രീതിയിൽ വേണം നമുക്ക് ആ ഒരു സ്ലീവ് വരച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഈ ഒരു കക്ഷഭാഗത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു ബോറിംഗ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വൃത്തികേടായതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ടിപ്പും കൂടി ഇതിനോട് കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് തീരെ കുറവായിരിക്കും. ഇനിയിപ്പോൾ ലെങ്ത്ത് കുറയ്ക്കാന്നിരിക്കും. ലെങ്ത്ത് കുറയ്ക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഇത്ര ഇറക്കം 6.5 എടുത്തത് കൊണ്ട് അതിൽ ലെങ്ത്ത് കുറവാകുമ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും വരിക. ഇവിടെ ആയിരിക്കും നമ്മുടെ സ്ലീവ് വന്ന് നിൽക്കുക. അപ്പോൾ ഇത്ര ദൂരെ നമുക്ക് കിട്ടുള്ളൂ. നമുക്ക് ഈ ഇവിടെ കക്ഷമൊക്കെ കാണും. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിപ്പ് കർവ് വരയ്ക്കുന്ന സ്കെയിൽ വെച്ചിട്ട് നമ്മൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിലായിരിക്കും നമ്മുടെ സ്ലീവ് നിൽക്കുന്നതെങ്കിൽ, ഈ ഒരു ലെങ്ത്തിലാണ് നമ്മുടെ സ്ലീവ് വന്ന് നിൽക്കണമെങ്കിൽ, ഇപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ ഒരു കക്ഷക്കുഴി കാണുന്ന രീതിയിൽ വന്ന് നിൽക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് നമ്മുടെ എൻ്റെ അങ്ങനത്തെ ഹിപ്പ് കർവ് ഒന്നുമില്ല. പൊതുവെ നോർമലി ഞാൻ ഇങ്ങനെ ചെയ്യാറ്, ഡയറക്റ്റ് കൈ കൊണ്ട് തന്നെ വരയ്ക്കാറ് കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കും. ഇതാ ഇതിലേക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഇതിലേക്ക് ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. ഇങ്ങടേക്ക് ഇങ്ങനെ വരച്ചെടുക്കും. അതായത് ഇത്ര ഭാഗം ഇവിടുന്ന് എത്രത്തോളം നമുക്ക് കക്ഷം കാണാതിരിക്കാൻ പറ്റുന്നു. ഒരു മിക്കവാറും ഞാൻ 1.25 2.25 വരെ വരുന്ന രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അളവെടുക്കും. ഈ ഒരു സൈഡിൽ നിന്ന് ഒരു മിനിമം ഉണ്ടോ 1.25. ഇപ്പോൾ ഇത് 2 ഇഞ്ച് 2.4 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. 2.4 ഇഞ്ച്. അപ്പോൾ മിനിമം ഒരു 2 ഇഞ്ച് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് കിട്ടാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ ഒരു 1.25 ഇട്ട് ജസ്റ്റ് ഇങ്ങനെ ചെരിക്കും. കുറച്ച് ദൂരം ഇങ്ങോട്ട് ചെരിച്ചിട്ട് ഇങ്ങനെ കർവ് ചെയ്തിട്ട് വരയ്ക്കും.
അപ്പോൾ ഇതിന് ഈ ഒരു സൈഡ് ഭാഗത്ത് ഈ ഒരു ഭാഗം നമ്മൾ ഇടുമ്പോൾ ഒരു ക്യാപ് ഹൈറ്റ് പോലെയാണ്. അതിന് ക്യാപ് ഹൈറ്റ് എന്ന് പറയുന്നവരുണ്ട്. ചില ആളുകളിൽ ചില ഭാഗങ്ങളിൽ ചില ഡ്രസ്സുകൾ അത് ഇട്ട് വരുമ്പോൾ അവർ പറയുന്നതിന് ക്യാപ് സ്ലീവ് എന്നാണ് പറയണത്. ഈ ഭാഗം ഇങ്ങനെ ഒന്ന് പൊന്തി നിൽക്കും ഡ്രസ്സ് ഇടുമ്പോൾ. ഈ തുമ്പ് ഭാഗം നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗത്തിലേക്ക് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. കാരണം ഈ ഒരു ഷേപ്പിലാണുള്ളത് വന്നു പോയേക്കണത്. ഈ ഭാഗത്തേക്ക് നമുക്ക് കക്ഷം കാണുകയും ചെയ്യില്ല. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് വരുന്നത്. നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഡയറക്റ്റ് ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു ഹിപ്പ് കർവ് വരയ്ക്കില്ല, സൈഡിൽ സ്ലിറ്റൊക്കെ വരയ്ക്കണ ഷേപ്പൊക്കെ ചുരിദാറിൻ്റെ ഷേപ്പ് വരയ്ക്കുന്ന ആ ഒരു ഭാഗത്ത് ഉള്ള ആ ഒരു കർവ് അങ്ങനത്തെ സ്കെയിൽ മേടിക്കാൻ കിട്ടും. അത് ഉപയോഗിച്ചിട്ട് വരച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരച്ചെടുത്താൽ മതി. ഈ ഭാഗത്തേക്ക് നമുക്ക് വേണ്ടത്ര അളവ് വെച്ചിട്ട് നിങ്ങളെടുത്ത് വരയ്ക്കാം. അപ്പോൾ ഇത്രയും ടിപ്സുകളെല്ലാം യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്ന. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഉറപ്പായിട്ടൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.